ജമാഅത്തിന്റെ പ്രസിഡന്റ് സലാമുള്ള സെക്രട്ടറി താഹിർ മലമ്പുഴ, പ്രിയപ്പെട്ട വാർഡ് ജവാദിക്ക, ബഹുമാന്യനായ ഈ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ നായകസ്ഥാനത്തുള്ള ഉസ്താദ് മൗലാന ബിഷപ്പ് ഹാഷിമി, അതുപോലെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, സ്നേഹനിധികളായ മക്കൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പരിപാടി എന്ന നിലയിലല്ല ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സഹാബ കൾച്ചറൽ സെന്റർ എന്ന് പറയുന്ന ബഹുമാന്യ സഹാബാക്കളുടെ നാമധേയത്തിൽ അത്തരം സംസ്കാരങ്ങൾ മനുഷ്യരുടെ ഇടയിൽ വളർന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തിലാണ് ഈ സഹാബ കൾച്ചറൽ സെന്റർ ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നു. ജമാഅത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി അടക്കമുള്ളവരെ ഈ മഹത്തായ സന്ദർഭത്തിലേക്ക് ക്ഷണിച്ചത് ഒരു ജമാഅത്ത് എന്ന നിലയിൽ അവർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ ഒരു ദിശയിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പാവപ്പെട്ട സ്ഥാപനം എല്ലാവരും ഒരുമിച്ച് കൂടി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഷുക്കൂർ ഉസ്താദ് ഇന്ന് ജുമുഅ നമസ്കാരത്തിൽ ബഹുമാനപ്പെട്ട സഹാബാക്കളെ കുറിച്ചാണ് പറഞ്ഞ് ആരംഭിച്ചത്. സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഈമാനിന്റെ ഭാഗമാണ്. സഹാബാക്കളിലെ ഏറ്റവും മുതിർന്ന സഹാബി അബൂബക്കർ റളിയല്ലാഹു അൻഹു മുതൽ ഏറ്റവും ചെറിയ സഹാബി വരെ ഏറ്റവും ഒരു നിമിഷമെങ്കിലും കാണുകയും വിശ്വസിക്കുകയും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്ത ഈ സഹാബാക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? ഖുർആനിലൂടെ എന്താണ് മനസ്സിലാക്കി തന്നത്? ഖുർആൻ ആ സംസ്കാരം, ഖുർആനിന്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ സഹാബാക്കളുടെ ജീവിതമാണ്. ഈ സഹാബാക്കളെ ഒരുത്തരും തൊട്ട് കളിക്കാൻ പോലും, അവരെ കുറിച്ച് മോശമായ ഒരു വാക്കുകൾ പോലും പറയാൻ പാടില്ലാത്ത വിശ്വാസം ഓരോ സത്യവിശ്വാസികളും ഉണ്ടാകാൻ അനിവാര്യമാകുന്ന സാഹചര്യത്തിലാണ് ഞാനിത് പറഞ്ഞത്. ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഈ സഹാബാക്കളും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോൾ സഹാബ കൾച്ചറൽ സെന്ററിന്റെ പേരിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സഹാബാക്കളെ കുറിച്ചുള്ള വിശ്വാസം അത് അടിസ്ഥാനപരമാണ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് സഹാബാക്കളെ കുറിച്ച് മോശമായ വർത്തമാനങ്ങളും ചിന്തകളും അതുപോലെ തന്നെ അവരെ കുറിച്ച് സംശയങ്ങളും ജനിപ്പിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള വർത്തമാനങ്ങളും മറ്റും പറഞ്ഞ് പ്രചരിപ്പിച്ച് അത് ഉള്ളതാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മീഡിയകളെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ഉയർത്തെഴുന്നേൽക്കുകയും വിശ്വാസപരമായി നമ്മൾ ഉറച്ചു നിൽക്കുകയും നമ്മുടെ സഹാബാക്കളാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, നബിയുടെ ഹദീസുകൾ അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഖുർആൻ മുഴുവൻ ക്രോഡീകരിച്ചിരിക്കുന്നത് സഹാബത്താണ്. ഒരു സഹാബയെ കുറിച്ച് മോശം പറഞ്ഞാൽ ഖുർആനെ തള്ളി പറയാൻ വളരെ എളുപ്പമാണ്. ഒരു സഹാബയെ കുറിച്ച് മോശം പറഞ്ഞാൽ ആ ഹദീസുകൾ ഒന്നും പൂർണ്ണമല്ല എന്ന് പറയാൻ വേണ്ടി എളുപ്പമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിനെ പൊളിച്ചെഴുതാൻ, ഇസ്ലാം ഒന്നുമല്ല എന്ന് സ്ഥാപിക്കാൻ ഇന്ന് നബിതങ്ങൾ അള്ളാഹുവിന്റെ നേരെ കളിച്ചാൽ അള്ളാഹു അതിനെ അംഗീകരിക്കത്തില്ല. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ നേരെ കളിച്ചാൽ അതും അംഗീകരിക്കത്തില്ല. മറിച്ച് സഹാബത്തിന്റെ നേരെ കളിച്ചാൽ അത് സമൂഹത്തിൽ സംശയങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരും പ്രബുദ്ധരായ സമൂഹവും മഹല്ല് നേതൃത്വവും വിശ്വാസ സമൂഹവും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും എല്ലാവരും സഹാബാക്കളുടെ വിശ്വാസത്തെ കുറിച്ചും അവർക്ക് യാതൊരു കുറവുകളും ഇല്ലാത്തവരാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ ഉജ്ജ്വലമായി സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാകുന്നത്. ഇത്തരം ഒരു വേളയിലാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നമ്മളിവിടെ ആരംഭിച്ചിട്ടുള്ളത്. പടച്ചവന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മഹലിന്റെ കീഴിലെങ്കിലും നമ്മുടെ മഹലിൽ എത്ര കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾ ഇതുമായി ബന്ധപ്പെടുന്നുണ്ട്, ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെടുന്നുണ്ട്. അവരെ നമുക്ക് എങ്ങനെ മോചിപ്പിക്കാൻ സാധിക്കും? സമൂഹത്തിന്റെ മൊത്തം അവസ്ഥ അപകടകരമാണ്.
വിശ്വാസി എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എത്രയെത്ര കുടുംബങ്ങളാണ് നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും വിശ്വാസവും എല്ലാം നിറഞ്ഞ എത്രയെത്ര കുടുംബങ്ങളിലാണ് ഒരു ലഹരിയുടെ ലളിതമായ ഉപയോഗങ്ങളിലൂടെ അവർ ചെന്ന് പെട്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥ. അതുകൊണ്ട് ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആലോചന കൂടിയാണ് ഈ സമ്മേളനം. അല്ലാഹു അതിനെ സാധിപ്പിക്കുമാറാകട്ടെ, അത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും അതിന്റെ പ്രവർത്തകരും അതിനുവേണ്ടി ത്യാഗം സഹിക്കുന്നവരുമാക്കി മാറ്റട്ടെ. പ്രത്യേകിച്ച് ഗവൺമെന്റ് തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു പരിപാടിക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അത് നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു.